സത്യം ഇങ്ങനെയാണല്ലേ? ഓക്കെ, നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കാണാം. അന്നേരം ഞാൻ കുറച്ചുകൂടി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം. അതിനും ഇതുപോലെ കറക്റ്റ് ഉത്തരം പറയണം. കേട്ടോ ദീപിക ഹരിനന്ദൻ? അവളുടെ നേർക്ക് നോക്കി ഉച്ചത്തിലൊന്ന് ചെറുകോട്ടിയിട്ട് കിഷോർ രാമകൃഷ്ണനെയും കൂട്ടി പുറത്തേക്ക് പോയി. എന്താ എന്താ മോള് പറഞ്ഞത്? കിഷോറിനെ കണ്ടതും ഹരിനന്ദൻ അടുത്തേക്ക് ഓടിയെത്തി. പിന്നാലെ രാധികയും, അടുത്ത് തന്നെ മിത്രയും സിദ്ധുവും നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്ത് ഒരേ ചോദ്യഭാവമാണ്. അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണത്രേ. ആത്മഹത്യയ്ക്കോ? അതിനെന്താ കാരണമെന്ന് ചോദിക്കാമായിരുന്നില്ലേ സാറിന്? ഹരിനന്ദൻ വേദനയോട് ചോദിച്ചു പറയുകയും ചെയ്തു. അവൾക്കൊരു പ്രണയമുണ്ടത്രേ. അത് നിങ്ങൾ അറിഞ്ഞാൽ കല്യാണം കഴിച്ചു കൊടുക്കില്ലെന്ന് അവളങ്ങ് ഉറപ്പിച്ചു. അതുകൊണ്ടാണത്രേ മരിക്കാൻ തീരുമാനിച്ചത്. അവൾ പറഞ്ഞതും കേട്ട് വന്നിരിക്കുന്നു. കിഷോർ പറഞ്ഞത് കേട്ട് മിത്രയ്ക്ക് ദേഷ്യം ഇരച്ചു കയറിയിരുന്നു. അതിന്റെ രോക്ഷം മുഴുവൻ അവൾ അവന്റെ നേർക്ക് തന്നെ തീർത്തു. അവളുടെ മൊഴിയെടുക്കാൻ ഞാൻ കയറി. അവൾ എനിക്ക് മൊഴിയും തന്നു. ചോദ്യം ചോദിച്ചു പറയിപ്പിക്കാൻ ഇത് പോലീസ് ലോക്കപ്പല്ല, ഹോസ്പിറ്റലിന്റെ ICU. നിനക്ക് വിവരമില്ലെങ്കിലും എനിക്ക് കുറച്ച് വിവരമുണ്ട്. മിത്രയോട് കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് കിഷോർ സിദ്ധുവിന് നേർക്ക് തിരിഞ്ഞു. ഞാൻ രാമകൃഷ്ണേട്ടന്റെ കൂടെ ഇറങ്ങാണ്. നിങ്ങളും പോവല്ലേ? ഞങ്ങളും പോവാണ്. ഇവൾ വീട്ടിലില്ലാത്തത് അച്ഛനും അമ്മയും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യം എനിക്ക് വിളി വന്നേനെ. സമയം 5 കഴിഞ്ഞില്ലേ? അവർ എഴുന്നേൽക്കുമ്പോഴേക്കും വീട്ടിലെത്താം. ദീപികയുടെ അച്ഛൻ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കണം. ദീപികയിൽ എന്തൊക്കെയോ ദുരൂഹതകൾ മറഞ്ഞിരിക്കുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അവൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറത്തായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം അച്ഛനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോടൊന്നും പറയാതെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. 5 നിമിഷം പോലും പാഴാക്കരുത് എന്നാണ് എന്റെ പക്ഷം. വൈകുന്ന ഓരോ നിമിഷവും ദീപികയ്ക്ക് ആപത്തുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ തന്നെ രാമകൃഷ്ണേട്ടൻ കംപ്ലൈന്റ് എഴുതി തരും. അതിൽ ഒപ്പിട്ട് കൊടുത്തേക്ക്. അതും പറഞ്ഞുകൊണ്ട് കിഷോർ പുറത്തേക്ക് നടന്നു. അവൻ പോകുന്നത് നോക്കി നിന്നതിന് ശേഷം മിത്ര സിദ്ധുവിന്റെ നേർക്ക് തിരിഞ്ഞു. ഏട്ടാ, ഞാനൊന്ന് അവളെ കയറി കാണട്ടെ. 10 മിനിറ്റ്, അതിനുള്ളിൽ ഇറങ്ങാം. സിദ്ധു ദേഷ്യത്തോടെ അവളെ നോക്കി. പോലീസ് ICUവിലേക്ക് കയറുന്ന പോലെയാണോ നീ? അവളെ റൂമിലേക്ക് മാറ്റട്ടെ, എന്നിട്ട് സംസാരിക്കാം. ഏട്ടാ, ഞാൻ ദീപു. ബാക്കി പറയാൻ അനുവദിക്കാതെ സിദ്ധു അവളെയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഞാൻ പോയിട്ട് വരാമെന്ന് സിദ്ധുവിനോടൊപ്പം നടക്കുന്നതിനിടയിൽ ദീപികയുടെ അച്ഛനോടും അമ്മയോടും മിത്ര കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. അനന്തപത്മനാഭൻ സിറ്റ് ഔട്ടിലിരുന്ന് അന്നത്തെ പത്രം വായിക്കുന്നതിനിടയിലാണ് ഗേറ്റ് കടന്ന സിദ്ധുവിന്റെ കാർ അകത്തേക്ക് കയറി വന്നത്. തൊട്ടു പിന്നാലെ ബുള്ളറ്റിൽ മിത്രയും. ഇതെന്താണെന്ന് ആശ്ചര്യത്തോടെ അയാൾ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. 2 പേരും ഉമ്മറത്തേക്ക് കയറി വരുമ്പോൾ അവരെ തന്നെ നോക്കി നിൽക്കുന്ന അനന്തപത്മനാഭനെയാണ് കണ്ടത്. ഒത്തിരി ചോദ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അയാളുടെ മുഖത്ത്. അച്ഛനരികിലേക്ക് കസേര വലിച്ചിട്ട് സിദ്ധു ഇരുന്നു. ഇന്നലെ നേരം വൈകി ഷോപ്പിൽ നിന്നിറങ്ങിയത് മുതൽ ഇപ്പോൾ ഇവിടെ എത്തിയതുവരെയുള്ള കാര്യങ്ങളെല്ലാം അവൻ അച്ഛനോട് വിവരിച്ചു. എല്ലാം കേട്ടതും മിത്ര പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതോർത്ത് അയാൾക്ക് ദേഷ്യം വന്നു. ആ ദേഷ്യഭാവത്തോടു കൂടി തന്നെ അയാൾ അവളെ നോക്കി. അച്ഛന്റെ ദേഷ്യത്തിൽ നിന്നും ഒഴിവാകാനെന്നോണം അവൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഊളിയിട്ടു. 2 ദിവസം ക്ലാസ്സിൽ കയറാത്തതുകൊണ്ട് വേഗം കുളിച്ച് ഡ്രസ്സ് മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് മിത്ര കോളേജിലേക്ക് പോയി. ഫസ്റ്റ് അവർ ആനന്ദ് ഗംഗാധറിൻ്റെതായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾ അവളെയും പുറത്തേക്ക് വിളിച്ചു. എന്തായി? പ്രോജക്റ്റിന്റെ വർക്കെല്ലാം പൂർത്തിയായോ? മിത്ര അടുത്തെത്തിയതും അയാൾ ചോദിച്ചു. ഒത്തിരി കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒരു ഫയലാക്കണം. 2 ദിവസം, അതിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വരാന്തയിലൂടെ നടന്നുപോയി. അടുത്ത ക്ലാസ്സിന് കയറാൻ നിൽക്കാതെ അവൾ ബാഗുമെടുത്തിറങ്ങി. ലക്ഷ്യം ഹോസ്പിറ്റലായിരുന്നു. രാധികയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ദീപികയെ റൂമിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു. 2nd ഫ്ലോറിൽ 302 റൂമിൽ മിത്ര എത്തുമ്പോൾ അവിടെ ദീപികയും അമ്മ രാധികയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹരിനന്ദൻ ഡ്രസ്സും മറ്റും എടുക്കാനായി വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. മിത്രയെ കണ്ടതും രാധിക മരുന്ന് വാങ്ങാനുണ്ടെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. രാധികയുടെ പോക്കിന്റെ അർത്ഥം എന്തെന്ന് മിത്രയ്ക്ക് മനസ്സിലായിരുന്നു. താനിവിടെ നിന്നാൽ ദീപു മിത്രയോട് മനസ്സ് തുറക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. രാധിക മുറിവിട്ട് ഇറങ്ങിയതും മിത്ര റൂമിന്റെ വാതിൽ ലോക്ക് ചെയ്തു. അവളുടെ അരികിൽ ഇരുന്നു കൊണ്ട് കൈകളിൽ ഒന്ന് തലോടി മിത്ര. ആ സമയം 2 പേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദീപു, നീ കിച്ചുവിനോട് പറഞ്ഞതെല്ലാം നുണയാണെന്ന് എനിക്കറിയാം. എന്നോട് പറയൂ, നീ ഞങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്ന, നിന്റെ മനസ്സിനെ ഇത്രയധികം വേദനിപ്പിക്കുന്ന ആ രഹസ്യമെന്താ? ദീപു മിത്രയെ തന്നെ നോക്കിക്കിടക്കുന്നുണ്ട്. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. വിറയാർന്ന ചുണ്ടുകൾ അവളോടെന്തോ പറയാനുള്ളത് പോലെ വിതുമ്പുന്നു. ഞാൻ ആരോടും ഒന്നും പറയില്ലെന്ന് കരുതിയതാ. പക്ഷേ നീ അറിയണം. ആരെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ ഞാൻ മരിച്ചു പോയാൽ അയാൾ ജയിക്കും. അത് പാടില്ല. അയാളോ? ആര്? ആരുടെ കാര്യമാണ് നീ പറയുന്നത്? മിത്ര ദീപികയുടെ വാക്കുകൾ കേട്ട് ഒന്നും മനസ്സിലാകാതെ അവളെ തന്നെ നോക്കിയിരുന്നു. ഞാൻ പറയാം.
എല്ലാം പറയാം. അതിനു മുമ്പ് നീ എനിക്കൊരു വാക്ക് തരണം. എന്തു വാക്ക്? ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ആരോടും പറയില്ലെന്ന്, നിന്റെ കിച്ചുവിനോട് പോലും. വാക്ക് താ, എങ്കിൽ മാത്രമേ ഞാൻ പറയൂ. ദീപിക കൈത്തലം നീട്ടിപ്പിടിച്ചു. മറ്റൊന്നും ചിന്തിക്കാതെ ദീപികയുടെ കയ്യിലേക്ക് മിത്ര തൻ്റെ വലതുകരം ചേർത്തു. സത്യം, നീ പറയുന്ന കാര്യങ്ങൾ നിന്റെ അനുവാദമില്ലാതെ ഞാൻ ആരോടും പറയില്ല. നിന്റെ കിച്ചുവിനെ പിടിച്ച് സത്യം ചെയ്. അതെന്തിനാ നമുക്കിടയിലേക്ക് കിച്ചുവിനെ കൊണ്ടുവരുന്നത്? ഞാൻ എന്നെ തൊട്ട് സത്യം ചെയ്താൽ പോരെ? പോരാ, കിച്ചുവിനെ പിടിച്ച് സത്യം ചെയ്യണം. എന്നാലേ എനിക്ക് നിന്നെ വിശ്വാസം വരൂ. ശരി, എൻ്റെ കിച്ചുവാണ് സത്യം. നീ പറയുന്ന കാര്യങ്ങൾ ഞാൻ ആരോടും പറയില്ല. നിനക്കെന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ദീപിക പറയാൻ ആരംഭിച്ചു. ഈ സമയം സ്റ്റേഷനിലെ തൻ്റെ സീറ്റിലിരുന്നു കൊണ്ട് ലാപ്പിൽ CCTV ഫൂട്ടേജ് കാണുകയാണ് കിഷോർ. ദീപികയുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് വീട്ടിലെ CCTV ദൃശ്യങ്ങളാണ് കിഷോറിൻ്റെ ലാപ്പിൽ. അതിലവൻ വ്യക്തമായും കാണുന്നുണ്ട് വീടിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തെ ഇരുട്ടിലേക്ക് ഓടുന്ന ദീപികയുടെ ചിത്രം. അവൾക്ക് പിന്നാലെ കുതിക്കുന്ന ഒരു കറുപ്പ് വസ്ത്രധാരി. കറുത്ത ഒരു തൊപ്പിയുണ്ട് അയാളുടെ തലയിൽ. കറുത്ത മാസ്കും അയാളുടെ മുഖത്തുണ്ട്. അതിനാൽ അയാളുടെ മുഖം വ്യക്തമല്ല. ദീപിക ഗേറ്റ് കടക്കുന്ന നിമിഷം തന്നെയാണ് ഒരു ഇരുമ്പ് വടി കൊണ്ടയാൾ അവളുടെ തലയ്ക്ക് പിൻഭാഗത്ത് അടിക്കുന്നത്. ഒരലർച്ചയോടെ ദീപിക തലയുടെ പിൻഭാഗം അമർത്തി പിടിക്കുന്നുണ്ട്. കൈവിരലുകൾക്കിടയിലൂടെ രക്തമൊഴുകുന്ന കാഴ്ച കിഷോറിന് വ്യക്തമായി കാണാം. വേദന വകവയ്ക്കാതെ പുറത്തെ ഇരുട്ടിലേക്ക് ഓടുന്ന ദീപിക, പിന്നാലെ ഇരുമ്പ് ദണ്ടുമായി കറുത്ത വസ്ത്രധാരിയും. പിന്നീടുള്ള ദൃശ്യങ്ങൾ അതിലുണ്ടായിരുന്നില്ല. കിഷോർ മീശയൊന്ന് പിരിച്ചുകൊണ്ട് ആലോചനയിൽ മുഴുകി. പെട്ടെന്ന് ASI രാമകൃഷ്ണൻ റൂമിലേക്ക് വന്ന് സല്യൂട്ട് അടിച്ചു. സാറ് വിളിച്ചെന്ന് പറഞ്ഞു. പറയൂ സാർ. രാമകൃഷ്ണൻ, നമുക്ക് ഈ CCTV ഫൂട്ടേജ് കിട്ടിയത് ദീപികയുടെ നേരെ ഓപ്പോസിറ്റ് വീട്ടിൽ നിന്നല്ലേ? അതെ സാർ. അവളുടെ വീട്ടിൽ നിന്നും മെയിൻ റോഡിലേക്ക് എത്ര ദൂരമുണ്ട്? ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും സാർ. ആ 1.5 കിലോമീറ്ററിനുള്ളിൽ എത്ര വീടുകളിൽ CCTV ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. അതിൽ നിന്നുള്ള ദൃശ്യങ്ങളെല്ലാം കളക്ട് ചെയ്യണം. രാമകൃഷ്ണൻ, സേവ്യറിനോട് ഉടനെ വണ്ടി ഇറക്കാൻ പറ. സാർ. സല്യൂട്ട് അടിച്ചുകൊണ്ട് രാമകൃഷ്ണൻ പുറത്തേക്ക് ഓടി. ലാപ്ടോപ്പ് മേശയുടെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ച് തൊപ്പിയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് കിഷോർ ക്യാബിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് സേവ്യർ ജിപ്സി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരുന്നു. ഈ സമയം ഹോസ്പിറ്റലിൽ ദീപിക പറഞ്ഞ കഥകൾ കേട്ട് തരിച്ചിരിക്കുകയാണ് മിത്ര. ദീപു, നീ എന്തൊക്കെയായി പറയുന്നത്? അയാൾ നിന്നെ തേടി കോളേജിലേക്ക് വന്നിട്ടും നീ എന്താ ദീപു എന്നോടൊന്നും പറയായിരുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും മൂടി വയ്ക്കരുത്. അതുകൊണ്ട് നമുക്ക് ആപത്ത് മാത്രമേ വരൂ. അയാളെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയുമോ? അയാളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല മിത്ര. കാരണം കറുത്ത നിറമുള്ള മാസ്കാണ് അയാൾ ധരിച്ചിട്ടുള്ളത്. കണ്ണിനെ മറയ്ക്കാനായി കൂളിംഗ് ഗ്ലാസ് കണ്ണടയും. ഇതൊന്നും പോരാഞ്ഞിട്ട് തലയിൽ ഒരു കറുത്ത തൊപ്പിയും. അയാൾ സൈൻ ചെയ്യാൻ പറഞ്ഞു തന്ന കടലാസ് നിവർത്തി വായിച്ചു നോക്കിയോ? അപ്പോഴത്തെ ടെൻഷനിൽ എനിക്ക് അതിനൊന്നും പറ്റിയില്ല മിത്ര. അയാളുടെ സംസാരവും രൂപവും കണ്ടപ്പോൾ അപ്പോൾ തന്നെ എൻ്റെ മുട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഇനി നിന്റെ അച്ഛനുമായി അയാൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടോ? ശരിക്കും നിന്റെ അച്ഛന് ഗൾഫിൽ എന്താ ജോലി? ദീപു മിത്രയുടെ കണ്ണുകളിലേക്ക് ദയനീയമായി നോക്കി. നീ എന്തൊക്കെയാ മിത്ര ചോദിക്കുന്നേ? എൻ്റെ അച്ഛൻ നാട്ടിലേക്ക് വന്നിട്ട് എത്ര വർഷമായെന്നറിയോ? അമ്മയെയും എന്നെയും കാണാനും ഞങ്ങളോടൊപ്പം നാട്ടിൽ നിൽക്കാനും അച്ഛന് ഇഷ്ടമില്ലാഞ്ഞിട്ടാണെന്ന് കരുതിയോ നീ? വീട് പണിതതിൻ്റെ കടം ഇപ്പോഴും വീട്ടിയിട്ടില്ല. മുഴുവൻ കടബാധ്യതയാണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ കല്യാണത്തിനു വേണ്ടി അച്ഛൻ കുറച്ച് പണം നീക്കി വച്ചിട്ടുണ്ട്. അല്ലാതെ അച്ഛന് ആരോടും സാമ്പത്തിക ഇടപാടൊന്നുമില്ല. അത് നിന്റെ വിശ്വാസമല്ലേ ദീപു? എനിക്ക് സംസാരിക്കണം നിന്റെ അച്ഛനോട്. ദീപിക പെട്ടെന്ന് മിത്രയുടെ കയ്യിൽ കയറി പിടിച്ചു. ഇതൊന്നും നീ അച്ഛനോടും അമ്മയോടും പറയല്ലേ, അവരാകെ വിഷമിക്കും. എൻ്റെ പൊന്നു ദീപു, നീ പിന്നെന്തിനാ നിന്റെ അച്ഛനെ നാട്ടിലേക്ക് വരുത്തിയത്? നിനക്കും നിന്റെ കുടുംബത്തിനും ഈ നൂലാമാലയിൽ നിന്നും മോചനം കിട്ടണോ? എങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കുക. അതിനു മറുപടിയൊന്നും പറയാതെ അവൾ കറങ്ങുന്ന സീലിംഗ് ഫാനിലേക്ക് നോക്കിക്കിടന്നു. അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു നിൽക്കുന്നത് മിത്രയ്ക്ക് കാണാമായിരുന്നു. എന്തായാലും ഞാൻ ഇന്ന് നിന്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നില്ല. നിന്നെ അയാൾ വിളിക്കുന്ന ഫോൺ നമ്പർ എനിക്കൊന്ന് തരണം. ദീപികയുടെ മുഖം പുച്ഛത്തിലൊന്നു കോടി. അയാൾ പഠിച്ച കള്ളനാണ് മിത്ര. ഒരിക്കൽ വിളിച്ച നമ്പറിൽ നിന്നും അയാൾ പിന്നീട് എന്നെ വിളിച്ചിട്ടില്ല. മിത്രയ്ക്ക് നന്നായ ദേഷ്യം വന്നു. അയാൾ നിന്നെ എത്ര തവണ വിളിച്ചു? 5. ഒരിക്കലെങ്കിലും അയാളുടെ കോൾ റെക്കോർഡ് ചെയ്യാൻ നിനക്ക് തോന്നിയോ? നീ പഠിക്കുന്നത് ജേർണലിസം തന്നെയല്ലേ? അയാളുടെ സ്വരം ചെവിയിൽ കേൾക്കുമ്പോൾ എനിക്കൊരു വിറയലാണ് മിത്ര. ആ നിമിഷം ഞാൻ ആകെ തളർന്നു പോകും. മിത്ര അല്പസമയം ആലോചനയിൽ മുഴുകിയിരുന്നു. ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അവൾക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. കുറേ നേരമായില്ലേ നമ്മൾ ഇവിടെ മുറിയടച്ചിരിക്കാൻ തുടങ്ങിയിട്ട്? അമ്മ പുറത്ത് വന്നിട്ടുണ്ടാവും. ഞാൻ വാതിൽ തുറക്കട്ടെ?
അങ്ങനെ പറഞ്ഞുകൊണ്ട് മിത്ര എഴുന്നേറ്റ് റൂമിന്റെ വാതിൽ തുറന്നു. അവൾ പറഞ്ഞത് ശരിയായിരുന്നു. അമ്മ മാത്രമല്ല, അച്ഛനും ഉണ്ടായിരുന്നു പുറത്ത്. ഹരിനന്ദൻ പ്രതീക്ഷയോടെ മിത്രയെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ മിത്രയ്ക്ക് തലകുനിക്കേണ്ടി വന്നു. ദീപിക അനുവദിച്ചാലും ഇല്ലെങ്കിലും താനറിഞ്ഞ കാര്യങ്ങൾ അവളുടെ അച്ഛനോടും അമ്മയോടും അടുത്തൊരു ദിവസം തന്നെ ഷെയർ ചെയ്യണമെന്ന് മിത്ര മനസ്സിൽ തീരുമാനമെടുത്തു. ദീപു എന്നോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അവളുടെ പ്രശ്നം എന്താണെന്ന് അവൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ കണ്ടെത്തിയിരിക്കും. രണ്ടുപേരും ടെൻഷനൊന്നുമില്ലാതെ സമാധാനമായിട്ടിരിക്കും. പെട്ടെന്ന് തന്നെ അവരോട് യാത്ര പറഞ്ഞ് മിത്ര ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി. ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തിയ മിത്ര ബാഗ് ബെഡിലേക്കിട്ട് ബെഡിൽ മലർന്നു കിടന്നു. നെഞ്ചിൽ ആരോ കൂടം കൊണ്ടിടിക്കുന്നത് പോലെ. അവൾക്ക് വല്ലാത്ത പരവേശം തോന്നി. ഇതൊക്കെ നടക്കുമോ? സത്യത്തിൽ അയാൾ ആരാണ്? 2-3 ആഴ്ചയിലധികമായി ആ കില്ലർ അവളുടെ പിറകെ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ തലനാരിഴയ്ക്കല്ലേ അവൾ രക്ഷപ്പെട്ടത്? എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സത്യമായും അയാൾ അവളെ കൊല്ലും. അതിനനുവദിച്ചുകൂടാ. എങ്ങനെയാണ് അയാളെ താൻ കണ്ടുപിടിക്കുക? എവിടെ നിന്ന് തുടങ്ങണം? അവൾക്കൊരു രൂപവും കിട്ടിയില്ല.